Dear students, in this class, let us learn about the theories of bonding in coordination complexes. The first theory is Werner's coordination theory. It was in 1893 that Alfred Werner proposed his famous theory which could explain several of the properties of complexes. He largely studied compounds with 4 or 6 ligands, octahedral and square planar complexes, and it was illustrated that the theory needed to account for bonds between ligands and the metal, and the number of bonds was commonly more than accepted at that time. And so new rules came, which is called the 18-electron rule, and other theories also came, which is called the valence bond theory, crystal field theory, and ligand field theory. So in this class, let us consider about Werner's theory. Werner in 1898 propounded his theory of coordination compounds, and the main postulates of this theory are: in coordination compounds, metals show two types of linkages, primary and secondary. The primary valencies are normally ionizable and are satisfied by negative ions. The secondary valencies are non-ionizable and they are satisfied by neutral molecules or negative ions. The secondary valency is equal to the coordination number and is fixed for a metal. The ions of groups bound by the secondary linkages to the metal have characteristic spatial arrangements corresponding to different coordination number. In modern formulations, the spatial arrangement are called coordination polyhedra. The species within the square bracket are coordination entities or complexes, and the ions outside the square bracket are called counter ions or ionization sphere. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൺസിഡർ ചെയ്യുന്നത് വേർണേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ വേർണർ കോംപ്ലക്സുകളെ ശ്രദ്ധിച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. ആ തിയറിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ തിയറിയിൽ വേർണർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മെറ്റൽസിനും രണ്ട് തരത്തിലുള്ള വാലൻസീസ് ഉണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ. ആദ്യത്തെ വാലൻസിയുടെ പേര് പ്രൈമറി വാലൻസിയും രണ്ടാമത്തെ വാലൻസിയുടെ പേര് സെക്കൻഡറി വാലൻസിയുമാണ്. ഈ പ്രൈമറി വാലൻസി എപ്പോഴും അയണൈസബിൾ ആയിരിക്കും, അതായത് അയോൺസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ്. സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നോൺ അയണൈസബിൾ ആണ്, അയണൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഇപ്പൊ പറയുന്ന കോർഡിനേഷൻ നമ്പറിന് ആയിട്ട് സെയിം ആണ്. ഇനി എല്ലാ പ്രൈമറി വാലൻസീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. സെക്കൻഡറി വാലൻസീസ് ആണെങ്കിൽ നെഗറ്റീവ് അയോൺസോ പോസിറ്റീവ് അയോൺസോ ന്യൂട്രൽ മോളിക്യൂൾസോ ആവാനുള്ള സാധ്യതയുണ്ട്. ഫിക്സ്ഡ് നമ്പർ ഓഫ് കോർഡിനേഷൻ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, അതിൽ മാറ്റം വരാൻ സാധ്യതയില്ല. ഇനി എല്ലാ മെറ്റൽ ആറ്റവും പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കും. പ്രൈമറി വാലൻസിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നോൺ ഡയറക്ഷണൽ ആണ്, അതായത് ഡയറക്ഷൻ ഒന്നുമില്ല, അതിന് സ്പേസിൽ ഓറിയന്റേഷൻ ഒന്നുമില്ല. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ഒരു സ്പേസിൽ ഇന്ന സ്ഥലത്തേക്ക് ഓറിയന്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഡെഫിനറ്റ് ജോമെട്രി ഉണ്ടാവും, അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്താന്ന് നോക്കിയിട്ട് നമുക്ക് ആ കോംപ്ലക്സിന്റെ ഷേപ്പ് എന്താന്ന് പറയാൻ പറ്റും. അതായത് സ്ക്വയർ പ്ലെയിനാർ ആണോ, ടെട്രാഹെഡ്രൽ ആണോ, ഒക്ടാഹെഡ്രൽ ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇപ്പൊ അറിയാവുന്നതാണ് കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ഒന്നെങ്കിൽ കോംപ്ലക്സ് സ്ക്വയർ പ്ലെയിനാർ ആയിരിക്കും അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ അത് എപ്പോഴും ഒക്ടാഹെഡ്രൽ ആവാനാണ് സാധ്യത എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. The central metal atom and the ligands directly bonded to it make up the coordination sphere of the complex. In COCl36NH3, all 6 of the ligands are NH3 and the 3 chloride ions are outside the coordination sphere. വേർണർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പഠിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള കോംപ്ലക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
COCl3 6NH3 ഉണ്ട്, COCl3 5NH3 ഉണ്ട്, COCl3 4NH3, COCl3 3NH3. ഇത് 3 ആണ്, മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ഈ കോംപ്ലക്സുകളുടെ എല്ലാം കളർ ഡിഫറെന്റ് ആണ്. ആദ്യത്തത് ഓറഞ്ച്, പർപ്പിൾ, ഗ്രീൻ, വയലറ്റ്. ഇനി ഇതില് ആദ്യം കാണിച്ചിരിക്കുന്ന ഈ അയോൺസ് Cl3 എന്ന് പറഞ്ഞ അയോൺസ് അയണൈസബിൾ ആണ്. അതുകൊണ്ടാണ് ഫ്രീ Cl മൈനസ് അയോൺസ് 3 എന്ന് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ അയോൺസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും, ഇത് 3 ആവുമ്പോ. അതായത് ഇതില് ഈ 3 ക്ലോറൈഡ് അയോൺസും അയണൈസ് ചെയ്യാൻ പറ്റും, അതാണ് 3. രണ്ടാമത്തെ കോംപ്ലക്സിൽ 2 ഉള്ളൂ. മൂന്നാമത്തെ കോംപ്ലക്സിലാണെങ്കിൽ 1ഉം, നാലാമത്തെ കോംപ്ലക്സിലാണെങ്കിൽ ഒന്നുമില്ല, 0 ആണ് വരിക. അതായത് ആദ്യത്തെ കോംപ്ലക്സിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ 3 പ്രൈമറി വാലൻസീസും ഉണ്ട്, 6 സെക്കൻഡറി വാലൻസീസും ഉണ്ട്. ഈ ആദ്യം കാണിച്ചിരിക്കുന്നത് പ്രൈമറി വാലൻസി, രണ്ടാമത് കാണിച്ചിരിക്കുന്നത് സെക്കൻഡറി വാലൻസിയും ഉണ്ട്. രണ്ടാമത്തേലും അങ്ങനെ തന്നെയാണ്, മൂന്നാമത്തേലും അങ്ങനെ തന്നെയാണ്, നാലാമത്തേലും അങ്ങനെയാണ്. പക്ഷെ ആദ്യത്തേല് 3 ക്ലോറിൻ ആറ്റംസും പ്രൈമറി വാലൻസി ആണ്, സെക്കൻഡറി വാലൻസി അല്ല. അതുകൊണ്ട് തന്നെ അതിനെ അയണൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ 2 ക്ലോറൈഡ് അയോൺസ് മാത്രമാണ് അയണൈസ് ചെയ്യുള്ളൂ. ബാക്കി ഉള്ള 3 ക്ലോറിൻ ആറ്റംസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബാക്കിയുള്ള ഒരു ക്ലോറിൻ ഇവിടുത്തെ സെക്കൻഡറി വാലൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രീ Cl മൈനസ് 2 ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് മോഡേൺ നൊട്ടേഷനിൽ നമ്മൾ ഇങ്ങനത്തെ കോംപ്ലക്സുകളെ എങ്ങനെയാണ് കാണിക്കുക? വേണറിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് കോംപ്ലക്സുകൾ എഴുതിയിരുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഇതില് ഈ കോംപ്ലക്സിനെ എങ്ങനെ എഴുതുക? ഈ Cl3 എന്ന് പറയുന്നത് അയണൈസബിൾ ആയതുകൊണ്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്തിടും, CONH3 6Cl3. ഇങ്ങനെയാണ് മോഡേൺ നൊട്ടേഷൻ. അപ്പൊ ഈ കോംപ്ലക്സിന്റെ എങ്ങനെയാണ്? രണ്ടാമത്തെ കോംപ്ലക്സിന്റെ മോഡേൺ നൊട്ടേഷൻ എന്താ? ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ കോംപ്ലക്സിൽ 2 Cl അയോൺസ് മാത്രമാണ് അയണൈസബിൾ ആയിട്ടുള്ളൂ, ക്ലോറൈഡ് അയോൺസ് മാത്രമേ അയണൈസബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അത് 2 മാത്രം പുറത്തായിരിക്കും, കോർഡിനേഷൻ സ്പിയറിന് പുറത്തായിരിക്കും. ഉള്ളിൽ ആരൊക്കെ വരും? 5 NH3യും 6 സെക്കൻഡറി വാലൻസി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു Cl-ഉം ഈ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. CONH3 5Cl, പുറത്ത് 2 Cl2. അടുത്ത കോംപ്ലക്സിന്റെ പ്രത്യേകത എന്താ? അടുത്ത കോംപ്ലക്സിൽ ഒരു Cl മൈനസ് അയോൺ മാത്രമാണ് അയണൈസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കറിയാവുന്നതാണ്, ഒരു ക്ലോറിനാണ് കോർഡിനേഷൻ സ്പിയർ പുറത്തുള്ളത്. അപ്പൊ ബാക്കി 2 എവിടെയായിരിക്കും? ഉള്ളിലായിരിക്കും. കാരണം എന്താ? അത് സെക്കൻഡറി വാലൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോമ്പൗണ്ട് ഫോർമുല എന്തോരും? CNH3 4Cl2 Cl. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതിന്ന് 3 ക്ലോറിൻ കിട്ടും. ആദ്യത്തെ കോംപ്ലക്സിൽ നിന്ന് 3 ക്ലോറിൻ അയണൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കോംപ്ലക്സിൽ നിന്ന് 2 ക്ലോറിനാറ്റം അയണൈസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കോംപ്ലക്സിൽ നിന്ന് 1 ക്ലോറിനാറ്റം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ വേണേഴ്സ് പഠിച്ചത്. എന്നിട്ട് ഇതിനെയാണ് നമ്മൾ 2 വാലൻസിയെ നമ്മൾ കാണിച്ച് അതിന് അയണൈസേഷൻ സ്പിയറും കോർഡിനേഷൻ സ്പിയറിന്റെയും ഉള്ളിൽ ഇടുന്നത്. First complex primary valencies are satisfied by chloride ions and all the 6 secondary valencies are satisfied by ammonia molecules. So the 3 Cl minus ions can be precipitated as AgCl by AgNO3 solution. But in the complex COCl3 5NH3, which is the second complex shown here, 1 chloride ion plays the double role of satisfying primary valency and secondary valency. Also in COCl3 4NH3, 2 chloride ions satisfy both primary and secondary valency. So they cannot be precipitated as AgCl.
So all of you know that this complex gives 4 ions, 3 Cl minus, and the ion in the brackets. Okay, that is why it is shown as 4. And this complex gives 3 ions, 2 Cl minus ions, and the ion in square brackets. So total is 3. And this complex gives 2 ions, which is 1 Cl minus, and the complex part in the square brackets, and so the total is 2 ions. Okay. Werner proposed putting all molecules and ions within the sphere in brackets and those free anions outside the brackets, and that is called a coordination sphere. Inside the square bracket is called coordination sphere, and outside the square bracket it is called the ionization sphere. So this is shown before. സ്ലൈഡ് നേരത്തെ കാണിച്ചത് തന്നെയാണ്. നിങ്ങളുടെ കോംപ്ലക്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മോഡേൺ നൊട്ടേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പണ്ടത്തെ നൊട്ടേഷൻ ആണ് ഈ ആദ്യം കാണിച്ചിരിക്കുന്നത്. ഇതാണ് വേണേഴ്സ് തിയറിയിൽ ലിമിറ്റേഷൻ. വേണറിന്റെ തിയറിയിലെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണേഴ്സ് തിയറി can successfully explain the structures of many complex. It cannot explain the nature of bonding within the coordination sphere. Also, Werner's theory cannot explain why some 4 coordinated complexes are square planar while some others are tetrahedral. രണ്ട് പോരായ്മകൾ മാത്രമേ ഉള്ളൂ. നേച്ചർ ഓഫ് ബോണ്ടിങ് കോർഡിനേഷൻ സ്ഫിയറിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രമല്ല ചിലത് സ്ക്വയർ പ്ലെയിനാർ ആയിട്ട് വരുന്നതും ചിലത് ടെട്രാഹെഡ്രൽ ആയിട്ട് വരുന്നതിന് റീസൺ പറയാൻ പറ്റിയില്ല. അല്ലാത്ത എല്ലാ കാര്യങ്ങളും വേണേഴ്സ് തിയറിയിൽ കറക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ വന്നിട്ടുള്ള വേറൊരു തിയറിയാണ് എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ റൂള്. സെഡ്ജ്വിക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ EAN റൂൾ എന്നാണ് വിളിക്കുന്നത്, എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ റൂൾ. According to Sedgwick's concept of coordinate bond, in the formation of complexes, the ligands donate electron pairs to the central metal atom or ion, which result in the formation of metal-ligand coordinate bonds. Thus, ligands act as donors and metal atom or ion acts as the acceptor. The total number of electrons on the central metal atom or ion of a complex, including those gained by it in bonding to ligands, is called the effective atomic number. Effective atomic number can be equal to the atomic number of the inert gas which follows that metal in the periodic table in many cases. In such complexes, it is said that the effective atomic number rule is obeyed, thereby leading to stability. The effective atomic number of the central atom in a complex can be calculated by using the formula EAN is equal to Z minus ON plus 2 into Cn. Where Z is the atomic number of the central metal atom, ON is the oxidation number of the central metal atom, and Cn is the coordination number of the central metal atom. A stable complex is formed if the EAN is equal to the atomic number of the next noble gas. EAN rule ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂളാണ്. EAN റൂളില് സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സസ് ഏതാണെന്നും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സസ് ഏതാണെന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അതിന്റെ എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദി സെൻട്രൽ മെറ്റൽ ആറ്റം ആണ്. അതായത് ലിഗാൻഡ് ഒക്കെ കൊടുത്തതിന് ശേഷം മെറ്റലിന് എത്ര ഇലക്ട്രോൺസ് കിട്ടുന്നുണ്ട് അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഈ എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. Z minus ON plus 2 into Cn. Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ ആണ് മെറ്റലിന്റെ.
O എന്ന് പറയുന്നത് മെറ്റലിന്റെ തന്നെ ഓക്സിഡേഷൻ നമ്പർ ആണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ നമ്പർ ആണ്. എത്ര ലിഗാൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് അതാണ് കോർഡിനേഷൻ നമ്പർ. അപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ വാല്യൂ കിട്ടുന്നത് നെക്സ്റ്റ് നോബിൾ ഗ്യാസ്, ആ മെറ്റൽ ഇരിക്കുന്ന പീരിയോഡിക് ടേബിളിലെ റോയിലെ ഏറ്റവും അറ്റത്തുള്ള നോബിൾ ഗ്യാസിന് ഈക്വലന്റ് ആണെങ്കിൽ അത് നല്ലൊരു സ്റ്റേബിൾ കോംപ്ലക്സ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും അത്. CO3 plus in CONH3 plus is calculated as follows. Effective atomic number calculate ചെയ്യാൻ പോവാണ്. കോബാൾട്ടിന്റെ ആറ്റോമിക് നമ്പർ 27 ആണ്. അപ്പൊ 27 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി CO3 പ്ലസ് എന്നാണ് ഇതിലെ ഓക്സിഡേഷൻ നമ്പർ. നമുക്കറിയാവുന്നത് അമോണിയ 0 ആണ്. അപ്പൊ 3 പ്ലസ് എന്ത് വരും? 3 പ്ലസ് ഈ പുറത്തെ ചാർജ് എന്ന് പറയുന്നത് കൊബാൾട്ടിന്റെ ചാർജും കൂടിയാണ്. അപ്പൊ CO3 പ്ലസ് വരും. അപ്പൊ 27 മൈനസ് 3 എന്ത് വരും? 24 ഇലക്ട്രോൺസ്. അപ്പൊ 24 ഇലക്ട്രോൺസ്. ലിഗാൻസ് 6 എണ്ണം ഉണ്ട്. ഓരോ ലിഗാൻഡും 2 ഇലക്ട്രോൺ വീതമാണ് ഡൊണേറ്റ് ചെയ്യണം. നമുക്കറിയാവുന്നതാണ്. എല്ലാ ലിഗാൻസും 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പെയർ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്, ഒരു പെയർ ഇലക്ട്രോൺസും. അപ്പൊ 2 × 6 12 വരും. അപ്പൊ നമ്മുടെ ഈ ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫോർമുല ഒന്നും കൂടെ പറയാം. Z മൈനസ് ON. Z എന്തായിരുന്നു? 27 ആയിരുന്നു. 27 മൈനസ് 3 ഓക്സിഡേഷൻ നമ്പർ എന്താ? 3 പ്ലസ് 2 × CN. 2 × 6. CN എന്താ? 6 ആണ്. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 27 മൈനസ് 3 24 പ്ലസ് 12 വരും. 24 പ്ലസ് 12 36 ഇലക്ട്രോൺസ്. 36 ഇലക്ട്രോൺസ് പറഞ്ഞത് കൊബാൾട്ട് ഇരിക്കുന്ന പീരിയോഡിക് ടേബിൾ ഇരിക്കുന്ന റോയിലെ അറ്റത്തുള്ള നോബിൾ ഗ്യാസിന്റെ അതേ ആറ്റോമിക് നമ്പർ ആണ്. ആ നോബിൾ ഗ്യാസ് ക്രിപ്റ്റൺ ആണ്. ക്രിപ്റ്റന്റെ ആറ്റോമിക് നമ്പർ 36 ആണ്. അതുകൊണ്ട് നമുക്കിത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ആണെന്ന് പറയാവുന്നതാണ്. നമുക്ക് ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന കോംപ്ലക്സ് CONH3 ഇത് സ്റ്റേബിൾ ആണ്. Sirjik has suggested that complexes obeying the EAN rule would be diamagnetic and complexes not obeying the effective atomic number rule would be paramagnetic. The number of unpaired electrons in a complex would be the difference between the effective atomic number of the central metal and the atomic number of the next inert gas in the periodic table. Thus, the important application of the effective atomic number rule is in the prediction of magnetic property of complex ions and in the calculation of number of unpaired electrons and their magnetic moments. അതായത് സിഡ്ജ്വിക് എന്ന സയന്റിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ റൂൾ ഒബേ ചെയ്യുന്ന കോംപ്ലക്സസ് എല്ലാം എപ്പോഴും ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അതിന്റെ മാഗ്നറ്റിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഡയാമാഗ്നറ്റിക് നമുക്കറിയാവുന്നതാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറവാണ്, പാരാമാഗ്നറ്റിക്കിനാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കൂടുതലുള്ളത്. അപ്പൊ ഇതൊക്കെ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. കാരണം എന്താ? ഇത് എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. 36 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ക്രിപ്റ്റന്റെ ആറ്റോമിക് നമ്പർ തന്നെയാണ്. അതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ഒബേ ചെയ്യുന്നില്ല, ഈ റൂൾ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ് ആ മെറ്റൽ ആറ്റത്തിന്റെ എഫക്റ്റീവ് ആറ്റോമിക് നമ്പറും നെക്സ്റ്റ് ഇനേർട്ട് ഗ്യാസ് ആ പീരിയോഡിക് ടേബിളിന്റെ ആ റോയിൽ തന്നെയുള്ള ഇനേർട്ട് ഗ്യാസും ഇലക്ട്രോൺസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതിന്റെ രണ്ടിന്റെ ആറ്റോമിക് നമ്പറിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് ആ കോംപ്ലക്സിൽ അതിന് ഇക്വലന്റ് ആയിരിക്കും. അപ്പൊ ആ കോംപ്ലക്സിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടെത്താൻ പറ്റും. എഫക്റ്റീവ് ആറ്റോമിക് നമ്പർ റൂൾ ഒബേ ചെയ്യാത്തവരും ഉണ്ട്. ഒബേ ചെയ്യുന്ന കുറച്ച് മെറ്റൽസിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വേറെ CO NO2 6
3+ നോക്കുക 27. അപ്പൊ 24 3+ ആയതുകൊണ്ട് 24 ആയി. പിന്നെ ഇലക്ട്രോൺസ് ഫ്രം ദ ലിഗാൻഡ് 6 × 12 ആയി. ഇപ്പൊ 24 + 12 36. CrCO6 അതുപോലെ തന്നെ CRന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇപ്പൊ 24 ആണ് ആറ്റോമിക് നമ്പർ. അപ്പൊ ഇലക്ട്രോൺസ് 24 തന്നെയാണ്. ഇനി ലിഗാൻസിൽ നിന്നുള്ള ഇലക്ട്രോൺസ് 6 × 12 അപ്പൊ 36 തന്നെ വരുന്നുണ്ട്. FeCO5 അങ്ങനെ തന്നെയാണ്. ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇപ്പൊ 26 വരുന്നുണ്ട്. 26 ആണ് ഇലക്ട്രോൺസ് മെറ്റലിലുള്ളത്. 5 × 2 10. ലിഗാൻസിൽ നിന്ന് വന്ന ഇലക്ട്രോൺസ് 10 ആണ്. ഇപ്പൊ 26 10 + 10 36 ആയി. അതുപോലെ NiCO4 Ni 28 ആണ്. ഇലക്ട്രോൺസ് മെറ്റൽ ആയതുകൊണ്ട് 28 ആണ്. 4 × 2 8 ആണ്. 28 + 8 എന്ത് വരും? 36 വരും. CdNH3 2+ ആണ്. കാഡ്മിയത്തിന്റെ ആറ്റോമിക് നമ്പർ 48 ആണ്. 2+ ആയതുകൊണ്ട് 46 ആയിട്ട് മാറി. ലിഗാൻസിൽ നിന്ന് വരുന്നത് 4 × 2 8 ഇലക്ട്രോൺസ് ആണ്. 46 + 8 54. 54 Xenonന്റെ ആറ്റോമിക് നമ്പർ ആണ്. നോബൽ ഗ്യാസ് ആണ്. PtCl6 2- ആണ്. Pt 4+ ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ 78 ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ. 4+ ആയതുകൊണ്ട് 4 ഇലക്ട്രോൺസ് കുറയ്ക്കണം. 74 ആയി. പിന്നെ ലിഗാൻസിൽ നിന്നുള്ളത് 6 ലിഗാൻസ് ഉണ്ട്. അപ്പൊ 6 × 2 12 ആയി. 74 + 12 86 ആയി. 86 റെഡോണിന്റെ ആറ്റോമിക് നമ്പർ ആണ്. അപ്പൊ ഈ കോംപ്ലക്സുകളെല്ലാം ഒബേ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരെല്ലാവരും ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുക. ഇത് നമ്മൾ ഓൾറെഡി അടുത്ത കോംപ്ലക്സ് ആണ്. CONH3 6 3+. 27 - 3 + 12 = 36. നോബൽ ഗ്യാസ് ക്രിപ്റ്റൺ. ഓക്കെ, ഇത് ഒബേ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആണ്. ഇനി ഒബേ ചെയ്യാത്ത ഒരു കോംപ്ലക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. NiNH3 6 2+. നിക്കലിന്റെ ആറ്റോമിക് നമ്പർ 28 ആണ്. ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എന്ത് വരും? 2+ ആണ് വരിക. അപ്പൊ -2 ചെയ്യുക. ഓക്സിഡേഷൻ നമ്പർ കുറയ്ക്കുക. പ്ലസ് 6 അമോണിയ ലിഗാൻസ് ഉണ്ട്, അമീൻ ലിഗാൻസ് ഉണ്ട്. അപ്പൊ 6 ഓരോ ലിഗാൻഡും 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണോണ്ട് 6 × 2 12 വരും. അപ്പൊ 28 - 2 + 12 38 ആണ് ആൻസർ കിട്ടുക. ഈ 38 ഒരു നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അല്ല. 36 ആണ് നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നോക്കുക, 36 ആയിരുന്നു ശരിക്കും ആ റോയിലുള്ള നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ 36 ഉം 38ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? 2 ഇലക്ട്രോൺസിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ കോംപ്ലക്സിൽ 2 ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ 2 ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ടുള്ളത് കൊണ്ട് ഈ കോംപ്ലക്സ് പാരാമാഗ്നറ്റിക് സ്വഭാവം കാണിക്കുന്നത്, ഒരിക്കലും ഡയാമാഗ്നറ്റിക് സ്വഭാവം കാണിക്കില്ല. അപ്പൊ ഇങ്ങനെയാണ് സിഡ്ജിക്കിന്റെ കാൽക്കുലേഷൻ കൊണ്ടുള്ള ഗുണം. അതായത് നമുക്ക് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. മാഗ്നറ്റിക് സ്വഭാവം പാരാമാഗ്നറ്റിക് ആയിട്ടാണോ ഡയോമാഗ്നറ്റിക് ആയിട്ടാണോ വരുന്നതെന്ന് അതും കണ്ടെത്താൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം. FeCO5 കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് കാർബണൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ CO എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് എല്ലാം 0 ആയി. Feയുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആയി. അതുകൊണ്ട് 26 - 0 + 2 10 = 36. നെക്സ്റ്റ് നോബൽ ഗ്യാസ് ആണ്. അതുപോലെ WCO6 ടങ്സ്റ്റൺ ആണ്. 74 ആണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. -0 + 12 = 86. അതാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഇതാണ് എഫക്റ്റീവ് ആറ്റോമിക് റൂൾ എന്ന് പറയുന്നത്. ഈ എഫക്റ്റീവ് ആറ്റോമിക് റൂളിന്റെ ഗുണം എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക് സ്വഭാവം കാണിക്കാൻ പറ്റും. എന്നിരുന്നാലും ഇതിന് പോരായ്മകളുണ്ട്. എഫക്റ്റീവ് ആറ്റോമിക് റൂള് ഒബേ ചെയ്യാതെ തന്നെ ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള കോംപ്ലക്സസ് ഒക്കെ ചിലത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ റൂളിനും ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനേക്കാളും നല്ല റൂൾസ് ഇതിന്റെ സ്ഥാനത്ത് വന്നു. ആ റൂൾസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.